മനസാക്ഷിയെ ഞെട്ടിച്ച കഷായ കൊലക്കിത വിധി വന്നിരിക്കുന്നു. സ്നേഹിച്ച സ്വന്തം കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി ക്രിമിനൽ മനസ്സുമായി 21കാരിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് തൂക്കുകയറാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മറ്റൊരു വ്യക്തിയെ വിവാഹം ചെയ്യാനായി കാമുകനെ ഒഴിവാക്കാൻ ആ പെൺകുട്ടി തിരഞ്ഞെടുത്ത രീതി സ്നേഹിക്കുന്നവരെ വിശ്വസിക്കരുതെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി വിധി പറയുന്നത്. എന്നാൽ ഈ ശിക്ഷ നടപ്പിലാക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിച്ചു നോക്കാം. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ കോടതി വധശിക്ഷ വിധിച്ചതോടെ നിർവികാരയായി ഗ്രീഷ്മ നിൽക്കുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. വിധി കേട്ടിട്ടും കേസിലെ പ്രതിയായ ഗ്രീഷ്മ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. എന്നാൽ കോടതി വിധി പറഞ്ഞതോടെ ഷാരോണിന്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു. ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനെ വിഷം കൊടുത്തു കൊന്നവൾക്ക് മരണശിക്ഷ ലഭിക്കുമെന്ന് കോടതി പറയുമ്പോൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് നൽകുന്ന ആശ്വാസം അവിടെ ഏറെയാണ്. ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ 38 വയസ്സിനു ശേഷം ഞാൻ ജീവിച്ചോളാം എന്ന് പറയാൻ കാണിച്ച ഗ്രീഷ്മ പോലും ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചു കാണില്ല. വിധി കേൾക്കാനായി ഇന്ന് കോടതിയിലെത്തിയ ഷാരോണിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിനൊപ്പം തന്നെയാണ് ഈ കേസും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഷാരോണിനെ ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മാവനായ നിർമ്മല കുമാരൻ നായർ തെളിവ് നശിപ്പിച്ചെന്നും കണ്ടെത്തി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ 2ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തു. 2022 ഒക്ടോബർ 14 വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ശേഷം ഷാരോൺ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. വിദഗ്ധമായി ഈ കേസന്വേഷണം പൂർത്തിയാക്കിയതിനും ഗ്രീഷ്മയെ പോലൊരു കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത കേരള പോലീസിന് കോടതി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം സമർത്ഥമായി നടത്തിയാണ് ആദ്യഘട്ടത്തിൽ ഒരു സംശയവും ഇല്ലാതിരുന്ന ഗ്രീഷ്മയെ പൂട്ടുന്നത്. അതിൽ നിർണായകമായത് ഷാരോണിന്റെ സഹോദരന് തോന്നിയ സംശയം തന്നെയാണ്. അയാളുടെ സംശയം സത്യമാവുകയായിരുന്നു. കേരള പോലീസിന് മുൻപ് തന്നെ ഗ്രീഷ്മ പറഞ്ഞ വാക്കുകളിലൂടെ സത്യം തേടി അയാൾ നടന്നു. അയാളുടെ വഴിയായിരുന്നു കൃത്യമെന്ന് അധികം വൈകാതെ തന്നെ കേരള പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി എഴുതി. സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്ക് എതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്നു നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞിരുന്നു. വിവാഹ നിശ്ചയത്തിനു ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുന്നിൽ പ്രസക്തവുമല്ല. അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത്. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു. വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത്. ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരോൺ വിളിച്ചതുപോലും. പ്രകോപനമൊന്നുമില്ലാതെയാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കൗശലം വിജയിച്ചില്ല. ഒക്ടോബർ 14 ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാനാകില്ല. എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ, മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല. ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി. ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തുകൊണ്ടേയിരുന്നു. കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കാമുകനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ നടത്തിയ വഴികളെല്ലാം വളരെ വിചിത്രമാണ്. 2021 ഒക്ടോബറിലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലാകുന്നത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി. നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കിയായിരുന്നു ഗ്രീഷ്മ. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ബുദ്ധി കൊലപാതകം നടത്താനാണ് അവൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് മാത്രം.
ആ മിടുക്കോടെയാണ് കാമുകനായ ഷാരോണിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. അവളുടെ അറിവാണ് ഷാരോണിന്റെ ജീവൻ എടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രണ മികവോടെയായിരുന്നു എല്ലാം ചെയ്തത്. ഒരു 21കാരി ഇത്രയൊക്കെ ചിന്തിക്കുമോ എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. തമിഴ്നാട് MS സർവകലാശാലയിൽ നിന്ന് 4ാം റാങ്കോടെയായിരുന്നു ബിരുദം പൂർത്തിയാക്കിയത് ഗ്രീഷ്മ. ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധികയായിരുന്നു ഗ്രീഷ്മ. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഷാരോണുമായുള്ള ദിവ്യ പ്രണയത്തെക്കുറിച്ച് ഗ്രീഷ്മ വാചാലയായി. അത്തരത്തിൽ പ്രണയിക്കുന്ന ഒരാൾക്ക് തന്റെ കാമുകനെ എങ്ങനെ കൊല്ലാനാകുമെന്ന ഗ്രീഷ്മയുടെ ചോദ്യത്തിന്റെ മുന്നിൽ പോലീസിന് ഉത്തരമില്ലാതായി. ഗ്രീഷ്മ പറഞ്ഞതത്രയും ലോക്കൽ പോലീസ് ഒരു വേള വിശ്വസിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കാവുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി. പാരസെറ്റമോൾ, ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ സൂക്ഷിച്ചു. തിരുവിതാംകോട് നിന്നും 2 ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിലെത്തി. ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതിനാൽ ഷാരോൺ അത് കുടിച്ചില്ല. ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങുകയും ചെയ്തു. 14-ാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ടത് ഗ്രീഷ്മയായിരുന്നു. തന്റെ കാമുകിയുടെ ക്ഷണത്തെ വളരെ സന്തോഷത്തോടെയാണ് ഷാരോൺ കണ്ടത്. എന്നാൽ തന്റെ മരണം കണക്കുകൂട്ടി വിളിച്ചു വരുത്തിയ ഗ്രീഷ്മയുടെ യഥാർത്ഥ മുഖം കാണാൻ ആ ചെറുപ്പക്കാരന് കഴിയാതെ പോയി. സ്വന്തം വീട് തന്നെയാണ് കാമുകനെ വകവരുത്താൻ ഗ്രീഷ്മ തെരഞ്ഞെടുത്തത്. അവിടെ നിന്ന് കഷായം കൊടുത്തു. അതിനുശേഷം കയ്പ് മാറാൻ ജ്യൂസും നൽകി. കഷായം കുടിച്ച ഷാരോൺ മുറിയിൽ വെച്ച് തന്നെ ഛർദ്ദിച്ചു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പല തവണ ഛർദ്ദിച്ചു. ഷാരോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവ നശിച്ച് ചികിത്സയിലായിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത്. ഷാരോൺ മരിച്ച ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഗ്രീഷ്മ നശിപ്പിച്ചു. ചാറ്റുകൾ തിരികെ എടുക്കാൻ കഴിയുമോ എന്ന് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്തെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മികച്ച അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. ആദ്യം തന്നെ വിഷാംശം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ മികവായിരുന്നു കേസ്. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്നു D. ശില്പ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. SP MK സുൽഫിക്കർ, DYSPമാരായ KJ ജോൺസൺ, VT റാസിദ്, പാറശാല ഇൻസ്പെക്ടർ സജി എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. ഓരോ സാഹചര്യവും അന്വേഷണ സംഘം കൃത്യമായും വ്യക്തമായും കണ്ടെത്തുകയായിരുന്നു. ഷാരോണും ഗ്രീഷ്മയുമുള്ള സ്നേഹം ആരംഭിച്ച 2021 തൊട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഫോറൻസിക് സയൻസ് ലാബിലെ ദീപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കണ്ടെടുക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്നത് പോലും. രാവിലെ 9-ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോൾ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. ഉദ്ദേശം കണ്ടെത്തുന്നതും ദുഷ്കരമായിരുന്നു. വിവാഹം ഉറപ്പിച്ചിരുന്നതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നത് ദുഷ്കരമായിരുന്നെങ്കിൽ അതും ശേഖരിച്ചു. ജാതകം, വിവാഹ ആൽബം, പങ്കെടുത്തവരുടെ മൊഴികൾ, ഫോട്ടോ, വീഡിയോ എല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചു. വിഷം വാങ്ങിയ സ്ഥലത്ത് അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ നടത്തി. വിഷം വാങ്ങിയ 3-ാം പ്രതിയായ നിർമ്മലകുമാരൻ നായരെ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുത്തു. കടക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞതും അന്വേഷണത്തിൽ നിർണായകമായിരുന്നു. ഗ്രീഷ്മ വിഷക്കുപ്പിയുടെ ലേബൽ ഇളക്കി എറിഞ്ഞിട്ടാണ് കുപ്പി കളഞ്ഞത്. ആ ലേബൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. സയന്റിഫിക് ഓഫീസറായ വിനീതിന്റെ നേതൃത്വത്തിൽ കീറിക്കളഞ്ഞ ലേബൽ വിഷക്കുപ്പിയുടേതാണെന്ന് തെളിയിക്കപ്പെട്ടു. ഒടുവിൽ കേസ് തെളിയുകയും പ്രതി ഗ്രീഷ്മ തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ ശിക്ഷ നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്കാകില്ല, അല്ലേ? ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. 1955 ശേഷം ഇന്ത്യയിൽ ഒരു സ്ത്രീ പോലും തൂക്കിലേറ്റപ്പെട്ടിട്ടില്ല. കൂട്ടക്കൊലപാതകം നടത്തിയ സ്ത്രീകളെ പോലും മേൽക്കോടതികൾ വെറുതെ വിടുകയോ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് ഈ വിവരം എല്ലാവരെയും അറിയിക്കാം. പക്ഷേ ഇത് നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഗ്രീഷ്മ ഉറപ്പായും അപ്പീലിന് പോകും. അവിടെയും അപൂർവങ്ങളിൽ അപൂർവം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ശിക്ഷ വധശിക്ഷയാവുകയുള്ളൂ. ജുഡീഷ്യറിയിലെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഏതാണെന്ന് രേഖപ്പെടുത്തിയ ഒറ്റ നിയമപുസ്തകവും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഗ്രീഷ്മയുടെ യഥാർത്ഥ ശിക്ഷ ഈ ജയിൽ ജീവിതം തന്നെയായിരിക്കും. സമൂഹത്തിൽ നിന്നും മാറി ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു ജീവിതം. ഗോവിന്ദചാമിയുടെ കഥ നമുക്ക് മറക്കാനാകില്ലല്ലോ. ഇതുതന്നെയായിരിക്കും ഇവിടെയും നടപ്പിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റിൽ കുറിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.